ഹായ് മക്കളെ, എല്ലാവരും ഓണം എക്സാമിൻ്റെ തിരക്കിലാണെന്നറിയാം, പഠന തിരക്കിലാണെന്നറിയാം. അപ്പോൾ നമ്മൾ ബേസിക് സയൻസിൻ്റെ ഫിസിക്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര് നമുക്ക് നോക്കാം. മോഷൻ എന്നുള്ള ചാപ്റ്ററാണ്. മോഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ചലനം എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാൻ എടുക്കുമ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ, ഏറ്റവും മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ്, പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ഇതിൽ നിന്ന് ആണ് ഈ ഒരു ടോപ്പിക്സിൽ നിന്ന് എന്തൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ പ്രധാനപ്പെട്ട ടോപ്പിക്, മെയിൻ ടോപ്പിക്സ് ആയിട്ട് വരുന്നത് മക്കളൊന്ന് നോക്കാം. നമുക്ക് എന്തുണ്ട്? ആദ്യം തന്നെ റഫറൻസ് ബോഡി, മലയാളത്തിൽ അതിന് അവലംബക വസ്തു എന്ന് പറയും. രണ്ടാമത് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് കിടപ്പുണ്ട്, ദൂരവും സ്ഥാനാന്തരവും. മൂന്നാമത് വെക്റ്റർ ആൻഡ് സ്കെയിലാർ ക്വാണ്ടിറ്റി, സദിശവും അതിശവുമായിട്ടുള്ള അളവുകൾ. നാലാമത് സ്പീഡ് ആൻഡ് വെലോസിറ്റി, എന്താണ്? വേഗതയും പ്രവേഗവും. യൂണിഫോം സ്പീഡ് ഉണ്ട്, നോൺ യൂണിഫോം സ്പീഡ് നമുക്ക് പഠിക്കാനുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് യൂണിഫോം വെലോസിറ്റി, നോൺ യൂണിഫോം വെലോസിറ്റി. വെലോസിറ്റി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനു ശേഷം പഠിക്കുന്നത് ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ എന്നാൽ മലയാളത്തിൽ ത്വരണം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിട്ടാർഡേഷൻ നമ്മൾ പഠിക്കണം, മന്ദീകരണം എന്നുള്ള ഭാഗം. ഏറ്റവും അവസാനം, ഈ പാഠത്തിന്റെ ഏറ്റവും അവസാനം റോഡ് സേഫ്റ്റി, റോഡ് സുരക്ഷ എന്നുള്ള നമുക്കൊരു ജനറൽ അവയർനെസ്സിന് വേണ്ടിയിട്ട്, പൊതുവായിട്ടുള്ള ഒരു അറിവിലേക്ക് വേണ്ടിയിട്ട്, നമ്മളെല്ലാവരും റോഡിലൂടെ സഞ്ചരിക്കുന്നതാണ്. നല്ലൊരു സിറ്റിസണായി വളരാൻ വേണ്ടിയിട്ട് നമുക്ക് ഗവൺമെന്റ് ഒരു ജനറൽ അവയർനെസ് എന്ന നിലയ്ക്ക് നമുക്ക് കുറച്ച് ടോപ്പിക്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് റോഡ് സേഫ്റ്റിയിൽ അഥവാ റോഡ് സുരക്ഷ എന്നുള്ള ഭാഗങ്ങളിൽ വരുന്നത്. അപ്പൊ നമുക്ക് നേരെ ടോപ്പിക്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ടോപ്പിക്സ് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതിന്റെ മലയാളം കാര്യങ്ങളൂടി ഒന്ന് നോക്കിയിട്ട് പറയാം. ആദ്യം അവലംബക വസ്തുവാണ് കിടന്നിരുന്നത്. പിന്നെ ദൂരവും സ്ഥാനാന്തരവും എന്നുള്ള ടോപ്പിക്ക്, സദിശവും അതിശവുമായിട്ടുള്ള അളവുകൾ, പിന്നെ വേഗതയും പ്രവേഗവും. വേഗത തന്നെ സമവേഗതയുമുണ്ട്, അസമമായിട്ടുള്ള വേഗതയുമുണ്ട്. ശേഷം സമപ്രവേഗം, അസമപ്രവേഗം. ഏറ്റവും അവസാനത്തിലേക്ക് വരുമ്പോൾ ത്വരണം കഴിഞ്ഞതിന് ശേഷം വരുന്നതാണ് നമ്മളുടെ റിട്ടാർഡേഷൻ അഥവാ മന്ദീകരണം. അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ റോഡ് സുരക്ഷ, റോഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സാർ പറഞ്ഞിരുന്നു നമ്മളുടെ റഫറൻസ് ബോഡിയാണ് അല്ലെ. റഫറൻസ് ബോഡി നമുക്കൊന്ന് നോക്കാം. എന്താണ് ഒരു റഫറൻസ് ബോഡി? റഫറൻസ് ബോഡി മലയാളത്തിൽ അവലംബക വസ്തു. ഇതിന്റെ ഡെഫിനിഷൻ നമുക്ക് ടെക്സ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് സാർ കൊണ്ടുവന്നിരിക്കുന്നത്. എ റഫറൻസ് ബോഡി ഈസ് ദി ഒബ്ജക്ട് വിത്ത് റെസ്പെക്ട് to which the state of rest or motion of an object is described. ഒരു വസ്തുവിന്റെ ചലനാവസ്ഥയോ അതോ നിശ്ചലാവസ്ഥയോ പ്രതിപാദിക്കാൻ നാം ഏതൊരു വസ്തുവിനെയാണോ അടിസ്ഥാനമാക്കി എടുക്കുന്നത് ആ വസ്തുവിനെ അവലംബക വസ്തു എന്ന് പറയാം. അതായത് നമ്മൾ ഒരാളുടെ മോഷൻ, ഒരാളുടെ ചലനം, അല്ലെങ്കിൽ അയാളുടെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, നിശ്ചലാവസ്ഥയെ കാണിക്കാൻ വേറെ ഒരാളെയാണ് നമ്മൾ അടിസ്ഥാനമാക്കുന്നത്, വേറെ ഒരാളെയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എങ്കിൽ, പ്രതിപാദിക്കാൻ ഉപയോഗിക്കുന്നെങ്കിൽ, ആ ഉപയോഗിക്കുന്ന വേറെ ഈ ഒരു പർപ്പസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആളെ നമുക്ക് എന്ത് വിളിക്കാം? ആ അടിസ്ഥാനമാക്കിയിരിക്കുന്ന ആളെ നമ്മൾ എന്ത് വിളിക്കുന്നു? നമ്മളെ റെഫറൻസ് ബോഡി അഥവാ അവലംബക വസ്തു എന്ന് പറയുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം ഈ ഒരു ഭാഗത്ത് നിന്നും ചോദിച്ച ഒരു ചോദ്യം, ഈ റെഫറൻസ് ബോഡി എന്നുള്ള ടോപ്പിക്ക് നമ്മൾ പഠിച്ചതിന് ശേഷം കഴിഞ്ഞ വർഷം 2023 ഓണം എക്സാം, ഫസ്റ്റ് ടെർമിനൽ എക്സാമിന് ചോദിച്ചൊരു ചോദ്യം നമുക്കൊന്ന് നോക്കാം. എ ചൈൽഡ് ഈസ് സ്റ്റാൻഡിങ് ഇൻ എ ഫീൽഡ്. ഒരു കുട്ടി ഒരു വയൽ വരമ്പത്ത് നിൽക്കുകയാണ്. തറയോട് അപേക്ഷിച്ച് നോക്കുമ്പോൾ, വിത്ത് റെസ്പെക്ട് ടു ദ ഗ്രൗണ്ട്, ദ ചൈൽഡ് ഈസ് ഇൻ സ്റ്റേറ്റ് ഓഫ്, ചൈൽഡ് റെസ്റ്റിലാണോ അഥവാ മോഷനിലാണോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. തറയോട് അപേക്ഷിച്ച് നോക്കുമ്പോൾ, ഗ്രൗണ്ടിനോട് അപേക്ഷിച്ച് നോക്കുമ്പോൾ ആള് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണോ, നിശ്ചലാവസ്ഥയിലാണോ, അതോ മോഷനിലാണോ, അതോ ചലനാവസ്ഥയിലാണോ? ഇത് ഇവിടെ കുട്ടി അനങ്ങാതെ നിൽക്കുകയെന്ന് പറയുന്നുണ്ട്. ഗ്രൗണ്ടിനോട് അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാലും ആ റെസ്റ്റ് തന്നെയാണ് ആൻസർ വരുന്നത്. മോഷണൽ ആൻസർ വരുന്നത്, ഗ്രൗണ്ടിനോട് അപേക്ഷിച്ച് നോക്കുമ്പോൾ ആൻസർ വരുന്നത് എന്താണ്? റെസ്റ്റ് ആണ് അഥവാ നിശ്ചലാവസ്ഥയിലാണ്. അപ്പോൾ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്നു, അതിനുശേഷം ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ടോപ്പിക്കിന് ശേഷം പിന്നീട് വരുന്ന ടോപ്പിക്കാണ് നമ്മളുടെ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഈ ദൂരവും സ്ഥാനാന്തരവും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഇത് രണ്ടും രണ്ടെന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ വ്യത്യാസമുണ്ട്. ഡിസ്റ്റൻസ് എന്നുള്ള ഒരു ക്വാണ്ടിറ്റി, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ വേറൊരാളാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കാര്യം കഴിഞ്ഞു.
അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഡിസ്റ്റൻസ് പഠിക്കാം. ഡിസ്റ്റൻസ് നമ്മൾ പഠിക്കുമ്പോൾ ഇതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. സ്കെയിലാർ ക്വാണ്ടിറ്റിയും വെക്ടർ ക്വാണ്ടിറ്റിയും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് ഓർത്തു വെക്കാം, ഡിസ്റ്റൻസ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി, മലയാളത്തിൽ ഇതൊരു അദിശ അളവാണ്. ഇപ്പോൾ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, സ്കെയിലാർ ക്വാണ്ടിറ്റിക്ക് ഒരു എക്സാമ്പിൾ പറയാമെന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ 1 മാർക്കിന് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എഴുതി വെക്കാം, സ്കെയിലാർ ക്വാണ്ടിറ്റിക്ക് ഒരു എക്സാമ്പിൾ ആണ് ഡിസ്റ്റൻസ്. ഇനി എന്താണ് ഡിസ്റ്റൻസ്? ദ ടോട്ടൽ ലെങ്ത് ഓഫ് പാത്ത് ട്രാവൽഡ്, സഞ്ചരിച്ച പാതയുടെ ആകെ നീളം, സഞ്ചരിച്ച പാതയുടെ ആകെ നീളം, അതാണ് എന്തെന്ന് പറയുന്നത്, നമ്മളുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ശേഷം ഇതിന്റെ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ച്, മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഇതിന്റെ അളവിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഡിസ്പ്ലേസ്മെന്റുമായി ബന്ധപ്പെടുത്തി സ്ഥാനാന്തരവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ദ മാഗ്നിറ്റ്യൂഡ് മേ ബി ഈക്വൽ ഓർ മോർ ദാൻ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ്. അയാളുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ നമ്മുടെ ദൂരത്തിന്റെ അളവ് എന്ന് പറയുന്നത് സ്ഥാനാന്തരത്തിന് തുല്യമോ അല്ലെങ്കിൽ കൂടുതലോ ആയിരിക്കും. ഈ പോയിന്റ്സ് നമുക്ക് ആവശ്യം വരും. വേറെ രീതിയിലും ക്വസ്റ്റ്യൻ വരാം. പോയിന്റ്സ് തന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് തന്നിട്ട് നമുക്ക് ടേബിൾ ആക്കാനും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ പോയിന്റ്സ് നമുക്കൊന്നും ജസ്റ്റ് നോക്കി നോക്കാം. ഇനി നമുക്ക് ഡിസ്പ്ലേസ്മെന്റിനെ കുറിച്ച് പഠിക്കാം. ഡിസ്റ്റൻസ്, ദൂരം എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിരുന്നെങ്കിൽ നമ്മളുടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ആളൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്, ആളൊരു സദിശ അളവാണ്. ഇയാളൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്, ഇയാളൊരു സദിശ അളവാണ്. ഇനി എന്താണ് ഡിസ്പ്ലേസ്മെന്റ്? എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് ചോദിച്ചാൽ, എന്താണ് സ്ഥാനാന്തരം എന്ന് ചോദിക്കുമ്പോൾ ഇറ്റ് ഈസ് ദ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള, എപ്പോഴും ഓർക്കുക, അവർ തമ്മിലുള്ള നേർരേഖാ ദൂരം, സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്. നിങ്ങൾ ഇതിന്റെ ഡെഫിനിഷൻ പരീക്ഷയ്ക്ക് എഴുതേണ്ടി വരുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആണ് എന്നുള്ളത്, നേർരേഖയാണ് എന്നുള്ളത് എഴുതാൻ ഒരു കാരണവശാലും വിട്ടുപോകരുത്. എങ്കിൽ മാത്രമേ ആ ഡെഫിനിഷൻ പൂർണ്ണമാവത്തുള്ളൂ. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ്, ഇതൊരു നേർരേഖാ ദൂരമാണ്. ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും, ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ, നേർരേഖാ ദൂരത്തെ നമുക്ക് എന്ത് വിളിക്കാം? നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് അഥവാ സ്ഥാനാന്തരം എന്ന് വിളിക്കാം. തുടക്കത്തിൽ തന്നെ നമ്മൾ പഠിച്ചു, ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കുന്നു, വെക്ടർ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിൾ എഴുതൂ, സദിശ അളവിന് ഉദാഹരണം എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഡിസ്പ്ലേസ്മെന്റ് എഴുതുക, അഥവാ സ്ഥാനാന്തരം എഴുതി വെക്കുക. ശേഷം മൂന്നാമത് നമ്മൾ ഇതിന്റെ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ച് പഠിക്കുന്നു, അളവിനെ കുറിച്ച് പഠിക്കുന്നു. ദ മാഗ്നിറ്റ്യൂഡ് മേ ബി ഐദർ ഈക്വൽ ഓർ ലെസ് ദാൻ ദാറ്റ് ഓഫ് ദി ഡിസ്റ്റൻസ്. നേരത്തെ പറഞ്ഞതിൽ ഒരു ചെറിയൊരു മാറ്റം വരുത്തുന്നു. നേരത്തെ മോർ ദാൻ എന്ന് പറഞ്ഞു കൊടുത്ത് നമ്മളിത് ലെസ് ദാൻ. നേരത്തെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റിനെ ആയിട്ട് കമ്പയർ ചെയ്തത്, ഇവിടെ നമ്മൾ ഡിസ്റ്റൻസുമായി കമ്പയർ ചെയ്യുന്നു. സ്ഥാനാന്തരത്തിന്റെ അളവ് ദൂരത്തിന് തുല്യമോ അല്ലെങ്കിൽ കുറവോ ആയിരിക്കും. സ്ഥാനാന്തരത്തിന്റെ അളവ് ദൂരത്തിന് തുല്യമോ അല്ലെങ്കിൽ കുറവോ ആയിരിക്കും. നേരത്തെ കൂടുതൽ എന്ന് പഠിച്ച കാര്യം ഇവിടേക്ക് എത്തുമ്പോൾ അത് കുറവോ ആയിരിക്കും എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ഭാഗത്ത് നിന്നും, ഈ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഡിസ്റ്റൻസ് എന്നുള്ള ഭാഗത്ത് നിന്നും കഴിഞ്ഞ വർഷം 2023 തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ നമ്മളെ എംബെഡ് ചെയ്തൊന്ന് കാണിച്ചു തരികയാണ്. മക്കൾക്ക് ക്വസ്റ്റ്യൻ വരുന്ന രീതി നന്നായി മനസ്സിലാവാനായിട്ട് നമ്മൾ ഇപ്പോൾ പറഞ്ഞു നിർത്തിയ ടോപ്പിക്, ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ള ഭാഗത്ത് നിന്നുള്ള ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിച്ച, കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഈ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. 2 കാറുകൾ, കാർ എ എന്നുള്ള കാറുണ്ട്, കാർ ബി എന്നുള്ള കാറുണ്ട്. ഇവര് സഞ്ചരിച്ചിട്ടുള്ള ദൂരം അല്ലെങ്കിൽ ഇവർ സഞ്ചരിച്ചിട്ടുള്ള പാത്ത് നിങ്ങൾ നോക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പി ആണ് ഇനീഷ്യൽ പൊസിഷൻ. അതോടെ നമ്മളെ തുടങ്ങുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത് പിയിൽ നിന്നുമാണ്, ആറിലാണ് അവസാനിക്കുന്നത്. അതുകൂടി സാർ ഒന്ന് പറഞ്ഞോട്ടെ. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, കാർ എ സ്റ്റാർട്ട്സ് ഫ്രം പി ആൻഡ് റീച്ച്ഡ് ആർ ത്രൂ Q and car B started from P and reached R through S. ഓക്കെ, ഇവര് എപ്പോഴും സഞ്ചാരപാത നോക്കാം. പിയിൽ നിന്നും തുടങ്ങിയ കാറ് ക്യൂവിലൂടെ എവിടെ എത്തിയിട്ടുണ്ട്? ആറിൽ എത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ കാർ ബിയുടെ കാര്യം, പിയിൽ നിന്നും തുടങ്ങിയ കാറ് സഞ്ചരിച്ച് എസ്സിലൂടെ ഈ പോയിന്റും താണ്ടി എവിടെ എത്തിയിട്ടുണ്ട്? ആറിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇതുമായി, ഈ 2 ഫിഗേഴ്സുമായി ബന്ധപ്പെട്ട് ചോദിച്ച 2 കാര്യങ്ങളൊക്കെ നോക്കാം. ആദ്യം തന്നെ കാർ എയുടെ വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ കാർ എ.
വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്? കാർ എ സഞ്ചരിച്ച ആകെ ദൂരമാണ് നമുക്കറിയേണ്ട. സഞ്ചരിച്ച ആകെ ദൂരം എന്ന് പറയുമ്പോൾ ഇയാള് എവിടെ നിന്ന് തുടങ്ങി എവിടെ അവസാനിച്ചു? ഇയാള് പിയിൽ നിന്നും തുടങ്ങി നേരെ ഇങ്ങോട്ടേക്ക് പോയി, ക്യൂവിലെത്തി, ക്യൂവിൽ നിന്ന് നേരെ ആറിലേക്ക് എത്തി. ഓക്കെ, ഇത് രണ്ടും പ്ലസ് ചെയ്യാം, ഇത് രണ്ടും പ്ലസ് ചെയ്യാം. ഇവിടെ 500 മീറ്റർ ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. 500 മീറ്ററും ഇവിടെ 600 മീറ്റർ, 600 മീറ്ററും 500 + 600 1100. ഓക്കെ, ആൻസേഴ്സ് സാറ് കാണിച്ചു തരാം. സാറ് മൈൻഡ്ലി തന്നെ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാനുള്ളൂ. 500ഉം 600ഉം കൂട്ടുമ്പോൾ ആൻസർ 1100. ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസ്, ദൂരം നമുക്ക് എത്ര കിട്ടി? 1100. ഈ ക്വസ്റ്റ്യൻ പൂർണ്ണമാവുന്നത് വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് കൂടി ചോദിക്കുന്നുണ്ട്. വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് കൂടി ചോദിക്കുന്നുണ്ട്. ഈ കാർ എയുടെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് അതൊരു സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ്. ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും, ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്, നേർരേഖാ ദൂരമാണ്. ഇതല്ലേ ആദ്യ സ്ഥാനം, പി അല്ലേ ആദ്യ സ്ഥാനം, അന്ത്യസ്ഥാനം ഏതാണ്? ആർ അല്ലേ അന്ത്യസ്ഥാനം. ഇവര് തമ്മിലുള്ള നേർരേഖാ ദൂരം എടുക്കുമ്പോൾ ഏതെടുക്കണം? ഈ ഒരു പാത്ത് എടുക്കണം. ഈ ഒരു പാത്ത് എടുക്കുമ്പോൾ അത് എത്ര മീറ്റർ ആണ്? 1000 മീറ്റർ. അപ്പോൾ കാർ എയുടെ ഡിസ്പ്ലേസ്മെന്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ, സ്ഥാനാന്തരമാണ് ചോദിക്കുന്നതെങ്കിൽ അതിനുത്തരം 1000 മീറ്റർ. ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് മീറ്റർ. ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ്, സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്, എം ആണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ബി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ കാർ ബി? കാർ ബിയുടെ കാര്യം നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. കാർ ബി ആകെ സഞ്ചരിച്ച ദൂരം, ആകെ സഞ്ചരിച്ച ദൂരത്തിനോടൊപ്പം തന്നെ അതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ആ മോളിൽ കിടക്കുന്ന ചോദ്യം തന്നെ താഴേക്ക് വെച്ചെന്നുള്ളൂ. ഇത് കാർ ബിയുടെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. കാർ ബിയുടെ കാര്യം നമ്മളോട് ചോദിച്ചിരിക്കുമ്പോൾ ഇയാളൊരു സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ് സഞ്ചരിച്ചിരിക്കുന്ന. അപ്പോൾ ഇയാൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇയാൾ സഞ്ചരിച്ച ദൂരവും ഇയാൾ സഞ്ചരിച്ച സ്ഥാനാന്തരവും, ഇയാൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും ഇയാളുടെ ഡിസ്പ്ലേസ്മെന്റും തമ്മിൽ ഇതൊരു സ്ട്രെയിറ്റ് ലൈനിലാണ് ഇയാൾ സഞ്ചരിച്ചിരിക്കുന്നത്, അല്ലെ? സ്ട്രെയിറ്റ് ലൈനിലാണ്, ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നത്. ഇതിന്റെ ആൻസർ നമുക്കൊന്ന് നോക്കാം. ബി ക്വസ്റ്റ്യൻ ആൻസർ നോക്കിയേ. ഡിസ്റ്റൻസ് 1000 മീറ്റർ ആണ്, ഡിസ്പ്ലേസ്മെന്റും 1000 മീറ്റർ തന്നെ. കാരണം എന്താണ്? ഈ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആയി വരാനുള്ള കാരണം അവര് ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് സഞ്ചരിച്ചത്. അതൊരു നേർരേഖയിൽ ഒരേ ദിശയിലാണ് സഞ്ചരിച്ചിരിക്കുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും സ്ഥാനാന്തരവും ദൂരവും ഈക്വൽ ആയി വരും. നമുക്ക് അതിന്റെ സി ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് മോഷൻ ഡസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്ട് ആൻഡ് ഇറ്റ്സ് ഡിസ്പ്ലേസ്മെന്റ് ബിക്കം ഈക്വൽ? ദൂരവും സ്ഥാനാന്തരവും ഈക്വലായി വരുന്ന ടൈപ്പ് ഓഫ് മോഷൻ, ചലനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഫിഗർ ഓർത്ത് നിങ്ങൾക്ക് എഴുതാം. വെൻ എ ബോഡി ട്രാവൽസ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഇൻ ദ സെയിം ഡയറക്ഷൻ. ഒരു വസ്തു നേർരേഖയിൽ ഒരേ ദിശയിൽ സഞ്ചരിക്കുമ്പോൾ, നേർരേഖയിൽ, ഇവിടെ സ്ട്രെയിറ്റ് എന്നുള്ള വാക്ക് എഴുതിയില്ലെങ്കിൽ പ്രശ്നമാകും. സ്ട്രെയിറ്റ് ലൈനിൽ നേർരേഖയിൽ സഞ്ചരിച്ചു കഴിയുമ്പോൾ ഇയാളുടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആയിരിക്കും. അതിന് ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു ഈ ക്വസ്റ്റ്യൻ. ഡിസ്റ്റൻസും 1000 മീറ്റർ തന്നെ, ഡിസ്പ്ലേസ്മെന്റും 1000 മീറ്റർ തന്നെ. കാരണം ഇത്രയേ ഉള്ളൂ, അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു, അതൊരു സ്ട്രെയിറ്റ് ലൈൻ പാത്തായിരുന്നു, നേർരേഖയിലുള്ള ഒരു പാതയായിരുന്നു. ഓക്കെ, ഇപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളുടെ വെക്ടർ ക്വാണ്ടിറ്റി, സ്കെയിലാർ ക്വാണ്ടിറ്റി. വെക്ടർ ക്വാണ്ടിറ്റി, സ്കെയിലാർ ക്വാണ്ടിറ്റി ഇത് നമ്മൾ പഠിക്കണം. ഇത് പഠിക്കുമ്പോൾ സദിശ അളവുകളും അദിശ അളവുകളും, ഈ വർഷം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യങ്ങൾ വരാം. ഓക്കെ, ഇത് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാം. നോക്കേ, while stating the displacement, it is necessary to indicate the direction along with the magnitude of the distance traveled. Such physical quantities നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ തൊട്ട് പഠിക്കാം. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിങ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിറക്ഷൻ. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ക്വാണ്ടിറ്റീസ്, ഭൗതികമായിട്ടുള്ള ഫിസിക്കൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിന് നമുക്ക് വെക്ടർ ക്വാണ്ടിറ്റീസ് എന്നും, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഓഫ് വിച്ച് ദ ഡയറക്ഷൻ ഈസ് നോട്ട് ടു ബി ഇൻഡിക്കേറ്റഡ്, ദിശ പറയേണ്ടതില്ലാത്ത അളവുകൾ, അത്രയും ക്വാണ്ടിറ്റീസിന്, ഡയറക്ഷൻ പറയേണ്ടതില്ലാത്ത ക്വാണ്ടിറ്റീസിന് നമുക്ക് എന്ത് വിളിക്കാം? സ്കെയിലർ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കാം. അവരെന്ത് വിളിക്കാം? സ്കെയിലർ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കാം.
അപ്പോൾ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും പറയേണ്ടതായിട്ടുള്ള ക്വാണ്ടിറ്റീസിനെ വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്നും ഡയറക്ഷൻ അഥവാ ദിശ പറയേണ്ടതില്ലാത്ത, ദിശ മെൻഷൻ ചെയ്യേണ്ടതില്ലാത്ത അളവുകളെ എന്ത് വിളിക്കുക? അദിശ അളവുകൾ എന്നും വിളിക്കുക. ഓക്കെ, അപ്പോൾ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ അവിടെ ദിശയും പറയണം, പരിണാമവും പറയണം. എങ്കിൽ നമ്മൾ സദിശ അളവുകളും അദിശ അളവുകളും പഠിക്കുമ്പോൾ സദിശ അളവുകൾ പറയുമ്പോൾ ദിശയും പറയണം, പരിണാമവും പറയണം. എങ്കിൽ അദിശ അളവിലേക്ക് വരുമ്പോൾ നമുക്ക് ദിശ പറയേണ്ടതില്ല, അളവുകൾ മാത്രം പറയുന്നുള്ളൂ. ഓക്കെ, പ്രസ്താവിക്കേണ്ടതില്ലാത്ത ഭൗതിക അളവുകളെ അദിശ അളവുകൾ. ഇതിന്റെ ഡെഫിനിഷൻ നന്നായിട്ട് നോക്കിയിട്ട് പോകണം. ക്വസ്റ്റ്യൻ വരുന്ന രീതി കുറച്ച് ക്വാണ്ടിറ്റീസ് തരാം, ഡിസ്റ്റൻസ് തരാം, ഡിസ്പ്ലേസ്മെന്റ് തരാം, വെലോസിറ്റി തരാം, അങ്ങനെ കുറച്ച് സ്പീഡ് തരാം, അങ്ങനെ കുറച്ച് തന്നിട്ട് ഇതെല്ലാം ഏത് ക്വാണ്ടിറ്റീസിൽ വരും, സ്കെയിലാർ ആണോ വെക്ടർ ആണോ, സദിശമാണോ അദിശമാണോ എന്ന് നിങ്ങൾക്കൊരു ബോക്സ് ആക്കിയേക്കാം. നമുക്ക് ചോദ്യങ്ങൾ വരാം, എപ്പോഴും ശ്രദ്ധിക്കാം. അപ്പോൾ സാറ് കുറച്ച് സെയിം മോഡലുള്ള ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ പറഞ്ഞു നിർത്തിയ ഒരു ചോദ്യം നോക്കാം. ചൂസ് ദ സ്കെയിലാർ ക്വാണ്ടിറ്റി ഫ്രം ദ ഫോളോയിങ്. തന്നിരിക്കുന്നവയിൽ നിന്നും സ്കെയിലാർ ക്വാണ്ടിറ്റി അഥവാ നമ്മളുടെ അദിശ അളവിനെ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? വെലോസിറ്റി അഥവാ പ്രവേഗം, ഡിസ്പ്ലേസ്മെന്റ് അഥവാ സ്ഥാനാന്തരം, സ്പീഡ് അഥവാ വേഗത, ആക്സിലറേഷൻ ത്വരണം. ഇതിലാ സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അഥവാ അദിശ അളവ് എന്ന് പറയുന്നത് വേഗത. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ വെച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി മനസ്സിലാക്കാം. ബാക്കി മൂന്നാളുകൾ വെലോസിറ്റി പ്രവേഗത, ഡിസ്പ്ലേസ്മെന്റ് സ്ഥാനാന്തരം, ആക്സിലറേഷൻ ത്വരണം, ഇതൊക്കെ ഏത് ക്വാണ്ടിറ്റി ആയിരിക്കും? അപ്പോൾ വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കും. ബാക്കി മൂന്നെണ്ണം നമുക്ക് ഏത് ബോക്സിൽ പെടുത്താം? വെക്റ്റർ ക്വാണ്ടിറ്റിയിൽ പെടുത്താം. സ്പീഡ് നമുക്ക് ഏതാണ്? സ്പീഡ് നമുക്ക് സ്കെയിലാർ ക്വാണ്ടിറ്റി അഥവാ അദിശ അളവാണ്. ഇങ്ങനെയായിരിക്കും ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത. ഇതൊരു മുൻ വർഷത്തിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ അടുത്ത ടോപ്പിക്കിലേക്ക് സാറ് പോകുന്നതാണ് സ്പീഡ് ഇപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയുള്ളൂ. ഇതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്, ഇതൊരു അദിശ അളവാണ്. സ്പീഡിനെ കുറിച്ച് നമ്മൾ പാഠത്തിൽ പഠിക്കുന്നത് ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് സമയത്തിൽ സഞ്ചരിക്കുന്ന ദൂരം, ഇതിനെയാണ് നമ്മൾ സ്പീഡ് എന്ന് പറയണം. അതിന്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം. ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം, സഞ്ചരിച്ച ദൂരം ബൈ സമയം. സ്പീഡ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഓൾറെഡി നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു. ഇതൊരു അദിശ അളവാണ്. ഇതിന്റെ യൂണിറ്റുകൾ, സ്പീഡ് വേഗതയുടെ യൂണിറ്റുകൾ നമുക്ക് എന്തൊക്കെ വരാം? കിലോമീറ്റർ പെർ ഹവർ വരാം, മീറ്റർ പെർ സെക്കൻഡ് വരാം, യൂണിറ്റ് കിലോമീറ്റർ പെർ അവർ, മീറ്റർ പെർ സെക്കൻഡ്. ഇതൊക്കെയാണ് സ്പീഡ് അഥവാ വേഗതയുടെ യൂണിറ്റുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ സ്പീഡുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രോബ്ലംസ് ചോദിച്ചിരിക്കുന്നത് മുൻ വർഷങ്ങളിൽ കുറവാണെങ്കിൽ ഈ വർഷങ്ങളിൽ ചോദിക്കാം. ഓക്കെ, സ്പീഡ് തന്നെ നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം വെലോസിറ്റി നമ്മളൊന്ന് നോക്കിയത്. വെലോസിറ്റി അഥവാ പ്രവേഗം. വെലോസിറ്റി എന്നാൽ എന്താണ്? ഒരു യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരം. സ്ഥാനാന്തരത്തെയാണ് വെലോസിറ്റി എന്ന് നമ്മൾ പറയുന്നത്. പ്രവേഗം കണ്ടുപിടിക്കാനുള്ള സമവാക്യം നോക്കി, സ്ഥാനാന്തരം ബൈ സമയം. ഒരു സ്ഥാനാന്തരം ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട്, അതിനെ സഞ്ചരിക്കാനെടുത്ത സമയം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രവേഗം കണ്ടുപിടിക്കാം. ഇയാളുടെ യൂണിറ്റ് കൂടി നോക്കാം. സദിശ അളവാണ് വെലോസിറ്റി, ഒരു സദിശ അളവാണ്. ഇയാളുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇയാളൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, ഇയാളൊരു സദിശ അളവാണ്. വെലോസിറ്റി വെക്റ്റർ ക്വാണ്ടിറ്റി സദിശ അളവാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇൻ യൂണിറ്റ് ടൈം ആണ് നമ്മുടെ വെലോസിറ്റി എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. ശേഷം നമ്മൾ പഠിക്കുന്നത് ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. സാറ് യൂണിറ്റ് കൂടി പറയുന്നുണ്ട്, മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. സ്പീഡിനും നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് ഉപയോഗിക്കുന്നുണ്ട്, വെലോസിറ്റിക്കും നമ്മൾ ഏത് യൂണിറ്റ് ഉപയോഗിക്കുന്നുണ്ട്? മീറ്റർ പെർ സെക്കൻഡ് ഉപയോഗിക്കുന്നുണ്ട്. അതേസമയം സ്പീഡിന് മറ്റ് യൂണിറ്റുകളുണ്ട്, കിലോമീറ്റർ പെർ ഹവറിലൊക്കെ നമുക്ക് അതിനെ പ്രസ്താവിക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം നമ്മൾ പഠിക്കുന്നത് യൂണിഫോം സ്പീഡ് ആൻഡ് നോൺ യൂണിഫോം സ്പീഡിനെ കുറിച്ചാണ്. ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് ഇങ്ങനെ തരംതിരിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഇഫ് എ ബോഡി in motion covers equal distance in equal interval of time, the body is said to have uniform speed. ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ ഒരു വസ്തു തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നത്, ആ വസ്തു സമവേഗത്തിലാണ് എന്ന് പറയാം. ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ
ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം ആണ് അത് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അതൊരു യൂണിഫോം സ്പീഡിലാണ് എന്ന് നമുക്ക് പറയാം. എങ്കിൽ എന്താണ് നോൺ യൂണിഫോം സ്പീഡ്? അസമവേഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ if it covers unequal distance in equal interval of time, the body is said to be എന്താണെന്ന് പറയാ? നോൺ യൂണിഫോം സ്പീഡ് ആണെന്ന് പറയാ. തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരമല്ല സഞ്ചരിക്കുന്നതെങ്കിൽ അവര് ഏതാണ് അവര് നോൺ യൂണിഫോം ആണ്. അവര് അസമവേഗത്തിലാണ്, നോൺ യൂണിഫോം സ്പീഡിലാണ് അവർ കടന്നു പോകുന്നത്. എപ്പോഴും ശ്രദ്ധിക്കുക. ഡെഫിനിഷൻസ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മക്കൾക്ക് വേണമെങ്കിൽ ഇതിന്റെ ഡെഫിനിഷൻ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 124 കിടക്കുന്നു. ഇംഗ്ലീഷ് മീഡിയത്തിന്റെ മലയാളം മീഡിയത്തിന്റെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പേഴ്സ് ഈക്വൽ ആണ്. 124 പേജ് നമ്പർ 124 ഏറ്റവും മുകളിലായിട്ട് ഇത് ഇവിടെ ഒരു ബോക്സ് കിടപ്പുണ്ട്. ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാളം മീഡിയത്തിലും സെയിം പേജ് നമ്പർ. ഈ ബോക്സ് പഠിച്ചാൽ മതി. നിങ്ങൾക്ക് സമവേഗതയും അസമവേഗതയും യൂണിഫോം സ്പീഡും നോൺ യൂണിഫോം സ്പീഡും നിങ്ങൾക്ക് അത്രയും പഠിച്ചെടുക്കാനായിട്ട് എളുപ്പം. ഇനി നമുക്ക് ഈ ആവറേജ് സ്പീഡ്, ശരാശരി വേഗത കണ്ടുപിടിക്കാൻ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നമുക്കൊരു ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൻ. ആകെ സഞ്ചരിച്ച ദൂരം ഡിവൈഡഡ് ബൈ സഞ്ചരിക്കാനെടുത്ത ആകെ സമയം. ഓക്കെ, അതുകൂടി നമ്മളൊന്ന് പഠിച്ചിട്ട് പോവാം. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനാണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൻ ഫോർ ദി ട്രാവലിംഗ്. ആകെ സഞ്ചരിച്ച ദൂരം ഹരണം സഞ്ചരിക്കാൻ എടുത്ത ആകെ സമയം. ഇത് കണ്ടുപിടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ശരാശരി വേഗത കണ്ടുപിടിക്കാനാണ്, അഥവാ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ സമവാക്യം ഉപയോഗിക്കുന്നത്. ഏറ്റവും അവസാനത്തെ ടോപ്പിക്കിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ യൂണിഫോം വെലോസിറ്റി അല്ലെ. യൂണിഫോം വെലോസിറ്റി നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. യൂണിഫോം മോഷൻ അല്ലെങ്കിൽ യൂണിഫോം സ്പീഡുമായി അതേപോലെ സാമ്യമായിട്ട് കിടക്കുന്നത് തന്നെയാണ്. ദ വെലോസിറ്റി ഓഫ് എ ബോഡി ഈസ് സെഡ് ടു ബി യൂണിഫോം if the body covers equal distance or displacement in the same direction. എടുത്തു പറയുന്നു, in the same direction in equal interval of time. വസ്തുവിൻ ഒരേ ദിശയിൽ തുല്യ സമയം കൊണ്ട് തുല്യ സ്ഥാനാന്തരം ഉണ്ടാവുകയാണെങ്കിൽ, തുല്യ സമയം കൊണ്ട് ഈക്വൽ ടൈമിൽ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് അല്ലെങ്കിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്, തുല്യ സമയത്തിൽ തുല്യ സ്ഥാനാന്തരമാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ വസ്തു സമപ്രവേഗത്തിലാണെന്ന് പറയാം. അതിൻ്റെ ഒരു എക്സാമ്പിൾ, ഏറ്റവും നല്ല എക്സാമ്പിൾ, യൂണിഫോം വെലോസിറ്റിയിൽ സഞ്ചരിക്കുന്ന അതിനൊരു എക്സാമ്പിൾ, സമപ്രവേഗത്തിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ ദ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് ഇൻ വാക്വം. പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? നല്ല ഒരു യൂണിഫോം വെലോസിറ്റിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് ദ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് ഇൻ വാക്വം. പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നത്. ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഓർ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. ഓക്കെ, മറന്നു പോകരുത്. എന്തും വേണം നമുക്ക് ഈ എക്സാമ്പിളും ഉദാഹരണവും നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം യൂണിഫോം വെലോസിറ്റി പഠിച്ചു കഴിഞ്ഞാൽ ശേഷം നമുക്ക് നോൺ യൂണിഫോം വെലോസിറ്റി വേണം. നോൺ യൂണിഫോം വെലോസിറ്റി മലയാളത്തിൽ അസമപ്രവേഗം. ഇഫ് ദർ ഇസ് എനി ചേഞ്ച് ഇൻ സ്പീഡ് ഓർ ഡിറക്ഷൻ ഓർ ബോത്ത് ഓഫ് എ മൂവിങ് ബോഡി, ഒന്നില്ലെങ്കിൽ സ്പീഡ് അല്ലെങ്കിൽ ഡിറക്ഷൻ അല്ലെങ്കിൽ രണ്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്, ദിശയും വേഗതയും രണ്ടും മാറുന്നു ഒരു വസ്തുവിൻ്റെ, then the velocity of a body is said to be in non-uniform. വസ്തുവിന്റെ വേഗം, ദിശ ഇവയിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ രണ്ടുമോ വ്യത്യാസമായി വരികയാണെങ്കിൽ ആ വസ്തു അസമമായിട്ടുള്ള പ്രവേഗത്തിലാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നോൺ യൂണിഫോം വെലോസിറ്റി, യൂണിഫോം വെലോസിറ്റി. അപ്പോൾ യൂണിഫോം വെലോസിറ്റിക്ക് ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് സമപ്രവേഗത്തിന് പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് ത്രൂ വാക്വം, മറന്നു പോകരുത്. ഇപ്പൊ നോക്കിക്കേ ഇവിടെ ഒരു യൂണിഫോം വെലോസിറ്റി നോൺ യൂണിഫോം വെലോസിറ്റിയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ABCD എന്ന് പറഞ്ഞിട്ട് 4 സിറ്റുവേഷൻസ് ആണ് തന്നിരിക്കുന്നത്. 4 സന്ദർഭങ്ങൾ തന്നിരിക്കുന്നു. ഇതില് യൂണിഫോം വെലോസിറ്റി ഏതാണ്, നോൺ യൂണിഫോം വെലോസിറ്റി ഏതാണെന്ന് മക്കളൊന്ന് വായിക്കാല. ലാൻഡിങ് ഓഫ് ആൻ എയറോപ്ലെയിൻ, ഒരു പറന്നിറങ്ങുന്ന ഒരു വിമാനത്തിന്റെ ചലനം. കാർ ദാറ്റ് കവേർഡ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. ഭംഗിയായിട്ട് അവർ പറയുന്നുണ്ട്, തുല്യ സമയ ഇടവേളകളിൽ
തുല്യ ദൂരം ഒരേ ദിശയിൽ സഞ്ചരിച്ച കാറിന്റെ ചലനം അത് യൂണിഫോം ആണോ നോൺ യൂണിഫോം ആണോ, സമമാണോ അസമപ്രവേഗമാണോ. മൂന്നാമത്തത് ട്രെയിൻ സ്റ്റാർട്ടിംഗ് ആൻഡ് മൂവിങ് ഔട്ട് ഓഫ് ദ സ്റ്റേഷൻ. സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട് നീങ്ങുന്ന ട്രെയിൻ, അയാൾ യൂണിഫോം ആണോ നോൺ യൂണിഫോം ആണോ. ഏറ്റവും അവസാനം ലൈറ്റ് പ്രൊപ്പഗേറ്റിംഗ് ത്രൂ വാക്യൂം. ഇത് സാർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ് ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിന്റെ സഞ്ചാരം. ഇത് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. കുറച്ച് സന്ദർഭങ്ങൾ ഇതേപോലെ നൽകിയിട്ട് അത് യൂണിഫോം വെലോസിറ്റി ആണോ, സമപ്രവേഗമാണോ, അല്ലെങ്കിൽ അസമപ്രവേഗം നോൺ യൂണിഫോം വെലോസിറ്റി ആണോ എന്നൊക്കെ നമ്മളോട് ചോദിക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടേബിൾ വരച്ച് എഴുതാം. ABCD ഇതിൽ ഏതൊക്കെ വരുന്നത് എന്നൊക്കെ എഴുതാം. ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഇപ്പൊ സാർ ഇതിന്റെ ആൻസർ കാണിക്കുന്നതൊന്ന് ശ്രദ്ധിക്കാം, നോക്കിക്കോ. ഇപ്പോ ഈ സന്ദർഭങ്ങളിൽ എയും പിന്നെ നമ്മളുടെ ഏതൊക്കെയാണ് വരുന്നത്, എയും സിയും എയറോപ്ലെയിൻ്റെ കാര്യവും ട്രെയിൻ സ്റ്റാർട്ടിങ് ആൻഡ് മൂവിങ് ഔട്ട് ഓഫ് ദ സ്റ്റേഷൻ, ഒരു സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന ട്രെയിൻ. ഇത് രണ്ടിന്റെ കേസും നോക്കിക്കഴിഞ്ഞാൽ ദേ ആർ ഇൻ നോൺ യൂണിഫോം വെലോസിറ്റി. എയറോപ്ലെയിൻ പറന്നിറങ്ങുന്ന ഒരു എയറോപ്ലെയിൻ്റെ മോഷനും ശേഷം ട്രെയിൻ മൂവിങ് അല്ലെങ്കിൽ ട്രെയിൻ സ്റ്റാർട്ടിങ് ആൻഡ് മൂവിങ് ഔട്ട് ഓഫ് ദ സ്റ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ അത് നോൺ യൂണിഫോം വെലോസിറ്റി ആണ്, അസമപ്രവേഗമാണ്. ബാക്കി രണ്ടെണ്ണം നിങ്ങൾക്ക് അറിയാം, ബാക്കി രണ്ടെണ്ണം വന്നിരിക്കുന്നത് അപ്പോൾ ഏതായിരിക്കും, യൂണിഫോം വെലോസിറ്റി ആയിരിക്കും. ഏതൊക്കെ നമ്മളെ എലോങ് എ സ്ട്രെയിറ്റ് ലൈനിലുള്ളത്, കാറ് സഞ്ചരിക്കുന്നത് സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിക്കുന്നത് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യൂണിഫോം ആണ്. അതെന്തായിരിക്കും, യൂണിഫോം വെലോസിറ്റി ആണ് അഥവാ സമപ്രവേഗമാണ്. ഇപ്പൊ ഇത്തരത്തിൽ നമുക്ക് ചോദ്യങ്ങൾ വരാം, സന്ദർഭങ്ങൾ തരും, എന്നിട്ട് തരംതിരിക്കുക, ക്ലാസിഫൈ ചെയ്യാൻ പറയും. അപ്പൊ സാറ് പറഞ്ഞത് എയറോപ്ലെയിൻ്റെയും ട്രെയിനിന്റെ കാര്യവും നോൺ യൂണിഫോം ആയിരുന്നു. ലൈറ്റിൻ്റെയും സ്ട്രെയിറ്റ് ലൈനിൽ ഒരേ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരേ ദിശയിൽ ഒരേ തുല്യ സമയങ്ങളിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്ന കാറ് യൂണിഫോം ആണ് അഥവാ സമപ്രവേഗത്തിലാണ്. അപ്പൊ ക്ലിയർ ആണെന്ന് വരുന്നത്. ഓരോ ടോപ്പിക്കും നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം അതുമായി മുൻ വർഷങ്ങളിൽ ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളും മാതൃകയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വർക്കൗട്ട് ചെയ്യുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഈ രൂപത്തിലായിരിക്കും ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ആക്സിലറേഷൻ. ഷുവർ ക്വസ്റ്റ്യൻ ഒരു ടോപ്പിക്കിൽ നിന്ന് ഈ ടോപ്പിക്കിൽ നിന്ന് ഒരു പ്രോബ്ലംസ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഷുവർ ആയിട്ട് നമുക്ക് ചോദിച്ചിട്ടുള്ള ആക്സിലറേഷൻ അഥവാ ത്വരണം. ആൻഡ് ഇക്വേഷൻ നമുക്ക് പഠിക്കണം, പ്രോബ്ലം ചെയ്യാനുള്ളതാണ്. ഇക്വേഷൻസ് ഒന്നുകൂടി നോക്കാം. ഇറ്റ് ഈസ് എ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ ടൈം. അതിന്റെ ഡെഫിനിഷൻ പറയുന്നു, ഒരു യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന പ്രവേഗമാറ്റം, ചേഞ്ച് ഇൻ വെലോസിറ്റി. ആലോചിക്കുക, പ്രവേഗത്തിൽ ഉണ്ടാകുന്ന മാറ്റം, ചേഞ്ച് ഇൻ വെലോസിറ്റി. ആക്സിലറേഷൻ ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ഓക്കെ, അതിന്റെ ഒരു എളുപ്പ വഴി അവർ കാണിച്ചിരിക്കുന്നത് ഫൈനൽ വെലോസിറ്റിയിൽ നിന്നും ഇനീഷ്യൽ വെലോസിറ്റി കുറയ്ക്കുക ബൈ ടൈം. ആദ്യ പ്രവേഗമല്ല, അന്ത്യപ്രവേഗത്തിൽ നിന്നും ആദ്യ പ്രവേഗം കുറയ്ക്കുക ബൈ സമയം ചെയ്യുമ്പോൾ ആക്സലറേഷൻ കിട്ടും. ആക്സലറേഷൻ കാണിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരം സ്മോൾ ലെറ്റർ A. ഓക്കെ, ഇതിന്റെ യൂണിറ്റ് വരുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നിങ്ങൾ പ്രോബ്ലംസ് ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കുമ്പോൾ അതിനോടൊപ്പം യൂണിറ്റ് പരീക്ഷയ്ക്ക് എഴുതിയിരിക്കണം. നിർബന്ധമായിട്ടും പരീക്ഷയ്ക്ക് യൂണിറ്റുകൾ എഴുതിയിരിക്കണം. വെലോസിറ്റി എഴുതുമ്പോൾ മീറ്റർ പെർ സെക്കൻഡ്, ഡിസ്പ്ലേസ്മെന്റ് എഴുതുമ്പോൾ മീറ്റർ, ഓക്കെ, ആക്സിലറേഷൻ എഴുതുമ്പോൾ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓരോ ഉത്തരം മക്കൾ കണ്ടുപിടിച്ച് കഴിയുമ്പോഴും ഉത്തരത്തിനോടൊപ്പം അത് ഏത് ക്വാണ്ടിറ്റി ആണോ അതിന്റെ യൂണിറ്റ് കൂടി എഴുതി വെക്കുക. A = V - U / T. പ്രോബ്ലംസ് നിങ്ങൾ ചെയ്യുമ്പോൾ ഇൻ കേസ് മക്കൾക്ക് ഫൈനൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ പോലും മക്കൾ എന്ത് എഴുതി വെക്കുക, ആ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇക്വേഷൻ, സമവാക്യം നിർബന്ധമായും എഴുതി വെക്കാം. ടീച്ചർക്ക് മനസ്സിലാവണം നമുക്ക് ഇക്വേഷനൊക്കെ അറിയുന്ന ആളാണെന്ന് നമുക്ക് എന്തായാലും മനസ്സിലാവണം. യൂണിറ്റും എഴുതി വെക്കുക. യൂണിറ്റ്സ് ഒക്കെ അറിയാലോ, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആക്സിലറേഷന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇക്വേഷൻ A = V - U / T. V എന്നാൽ ഫൈനൽ വെലോസിറ്റി, അന്ത്യപ്രവേഗം. U എന്നാൽ ഇനീഷ്യൽ വെലോസിറ്റി, ആദ്യ പ്രവേഗം. T എന്നാൽ സമയം. ഓക്കെ, അപ്പോൾ ഇത് ഈ കാര്യങ്ങൾ ബന്ധപ്പെട്ട് ഈ ഇക്വേഷൻസ് മക്കൾക്ക് പഠിക്കാൻ വേണ്ടി നമുക്ക് ടെക്സ്റ്റ് ഉണ്ട്. ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും ഒക്കെ പഠിക്കാൻ നമുക്ക് SCERTയുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അത് തന്നെ റെഫർ ചെയ്യാം. ഇത് കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് റെഫർ ചെയ്യുക. പേജ് നമ്പർ 126, പേജ് നമ്പർ 126 അല്ല സാറേ, 126 ആണ് നമുക്കുള്ളത്.
126 ഓക്കെ. ഇനീഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി കിടപ്പുണ്ട്. ഇനീഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി പഠിക്കാൻ ഇവിടെ കിടപ്പുണ്ട്. സാർ ഇപ്പൊ പറഞ്ഞ ഇക്വേഷൻസ് ആണ് ദേ ഈ കിടക്കുന്ന 2 ബോക്സ്. ഇംഗ്ലീഷ് മീഡിയത്തിന്റെയും മലയാളം മീഡിയത്തിന്റെയും പേജ് നമ്പർ 126 മറന്നു പോകരുത്. മാർക്ക് ചെയ്യുക. നിങ്ങൾ ടെക്സ്റ്റ് വെച്ചുകൊണ്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഇതൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുക. ഇനീഷ്യൽ വെലോസിറ്റി പഠിച്ചു വെക്കുക, ഫൈനൽ വെലോസിറ്റി പഠിച്ചു വെക്കുക. ഇക്വേഷൻസ് സാർ ഇപ്പോൾ കാണിച്ച ഇക്വേഷൻസ് ദേ കിടക്കുന്നു, യൂണിറ്റ് ഒക്കെ ദേ കിടക്കുന്നു. ഓക്കെ, നന്നായിട്ട് റെഫർ ചെയ്യുക. ടെക്സ്റ്റ് ബുക്ക് എന്തായാലും റെഫർ ചെയ്തിട്ടുണ്ടാവണം, നമുക്കത് പഠിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് ഒന്ന് നോക്കാം. നമുക്കൊരു ചോദ്യം ചെയ്യാം. ഇത് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. 2023 ഏറ്റവും ഫൈനലി ലേറ്റസ്റ്റ് നടന്ന എക്സാം തന്നെ നമുക്ക് റെഫർ ചെയ്യാം. അതാണുള്ള ക്വസ്റ്റ്യൻ്റെ ഒരു ട്രെൻഡ് നമുക്ക് മനസ്സിലാവാനായിട്ട്. വാട്ട് ഈസ് ദി ആക്സിലറേഷൻ? ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ. വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് എ വെഹിക്കിൾ വിച്ച് സ്റ്റാർട്ടഡ് ഫ്രം റെസ്റ്റ്? റെസ്റ്റ് എന്ന് പറയുമ്പോൾ REST ആണ് ഉദ്ദേശിക്കുന്നത്. REST നിശ്ചലാവസ്ഥയിൽ നിന്നും തുടങ്ങിയ ഒരു വസ്തു. ആൻഡ് അക്വയർഡ് വെലോസിറ്റി ഓഫ് 50 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 10 സെക്കൻഡ്. നിശ്ചലാവസ്ഥയിൽ നിന്നും യാത്ര തിരിച്ച ഒരു വാഹനത്തിന്റെ പ്രവേഗം 10 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ആൾക്ക് 50 മീറ്റർ പെർ സെക്കൻഡ് ആയി. അപ്പോൾ ആ വണ്ടി നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. വണ്ടി 10 സെക്കൻഡ് ഓടി തുടങ്ങി 10 സെക്കൻഡിന് ശേഷം വണ്ടിയുടെ പ്രവേഗം വെലോസിറ്റി 50 മീറ്റർ പെർ സെക്കൻഡ് ആയി. എങ്കിൽ ത്വരണം കണ്ടെത്തുക. ഇവിടെ മക്കൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, വണ്ടി നിർത്തിയിട്ടിരിക്കുകയായിരുന്നു, റെസ്റ്റിലായിരുന്നു. REST റെസ്റ്റിലായിരുന്നു. ഓക്കെ, REST റെസ്റ്റിലായിരുന്നു, നിശ്ചലാവസ്ഥയിലായിരുന്നു എന്ന് പറയുമ്പോൾ അയാൾക്ക് വെലോസിറ്റി ഉണ്ടോ? ആ സമയത്ത് ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിട്ട് എടുക്കണം. ഇനീഷ്യൽ വെലോസിറ്റി എന്തായിട്ട് എടുക്കണം? 0. കാരണം വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ്, വണ്ടി ഓടുന്നില്ല. വണ്ടി ഓടാത്ത ആൾക്ക് ഒരിക്കലും വെലോസിറ്റി ഇല്ല. അയാളുടെ ഇനീഷ്യൽ വെലോസിറ്റി ഈസ് 0. ആദ്യ പ്രവേഗം അയാൾക്ക് 0ആണ്. പിന്നീട് 10 സെക്കൻഡുകൾക്ക് ശേഷം ഓടിത്തുടങ്ങി 10 സെക്കൻഡുകൾക്ക് ശേഷം അയാൾക്ക് ഒരു വെലോസിറ്റി അക്വയർ ചെയ്തിരിക്കുന്നത് 50 മീറ്റർ പെർ സെക്കൻഡ് ആയി. അപ്പോൾ V നമുക്ക് എന്തായിട്ട് എടുക്കാം? 50 ആയിട്ട് എടുക്കാം. ഫൈനൽ വെലോസിറ്റി 50 ആയിട്ട് എടുക്കാം. U നമുക്ക് എന്തായിട്ട് എടുക്കാം? 0. നിർത്തിയിട്ടിരുന്ന സമയത്ത് ഇനീഷ്യൽ വെലോസിറ്റി 0. ടൈം ആ മാറ്റത്തിനെടുത്ത 0-ൽ നിന്നും 50-ലേക്ക് എത്താൻ എടുത്ത സമയം 10 ആണ്. ടിയും കിട്ടി. വിയും യുവും ടി ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ ഒക്കെ അറിയാം. അപ്പോൾ നമ്മളുടെ ആൻസേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യുക. കഴിഞ്ഞ വർഷം എല്ലാവർക്കും മാർക്ക് കിട്ടിയ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. U 0 എടുത്തു, V 50 എടുത്തു, T 10 എടുത്തു. എന്തുകൊണ്ട് U 0 എടുത്തു? എന്തുകൊണ്ട് U 0 എടുത്തു? വാഹനം നിർത്തിയിട്ടിരിക്കുകയായിരുന്നു, റെസ്റ്റിലായിരുന്നു, വാഹനം നിശ്ചലാവസ്ഥയിലായിരുന്നു. A = V - U/T. 50 - 0 ഡിവൈഡഡ് ബൈ 10. 50/10 അല്ലേ? ഈ പ്രോബ്ലം ചെയ്യാൻ അറിയാം. നോക്കി ആൻസർ എഴുതിയപ്പോൾ അതിനോടൊപ്പം ആരെയും സ്പെസിഫൈ ചെയ്തു? യൂണിറ്റ് കൂടി സ്പെസിഫൈ ചെയ്തു. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നുള്ള യൂണിറ്റ് കൂടി സ്പെസിഫൈ ചെയ്തു. അപ്പോഴേ ഉത്തരം പൂർണ്ണമാവത്തുള്ളൂ. എപ്പോഴും ശ്രദ്ധിക്കുക, ഇക്വേഷനൊക്കെ എഴുതി നല്ല രസത്തിൽ ഇക്വേഷനൊക്കെ എഴുതിയിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ അതിനോടൊപ്പം എന്ത് എഴുതി വെച്ചിരിക്കണം? യൂണിറ്റ് കൂടി എഴുതി വെച്ചിരിക്കണം. ആക്സലറേഷനിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷവും 2023-ലും 2022-ലൊക്കെ നമുക്ക് പ്രോബ്ലം വന്നിട്ടുണ്ട്. ഈ വർഷവും വരാം. അപ്പോൾ അത് വിട്ട് കളയരുത്, പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പഠിക്കണം. പിന്നെ നമുക്ക് ഈ വർഷവും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇതേപോലെ ഒരു ടേബിൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. സാർ ഇംഗ്ലീഷും തന്നിട്ടുണ്ട്, മലയാളവും കാണിച്ചിട്ടുണ്ട്. ഇതേപോലെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഇത് 13ാമത്തെ ചോദ്യമായി കഴിഞ്ഞ വർഷം ചോദിച്ച 13ാമത്തെ ചോദ്യമായിട്ട് ചോദിച്ച കുറച്ച് ഇത്രയും നേരം നമ്മൾ പഠിച്ച ആ ക്വാണ്ടിറ്റീസിലൊക്കെ ഡെൻസിറ്റി നമ്മുടെ ആദ്യത്തെ പാഠത്തിലേക്ക് പോകും. ബാക്കി വെലോസിറ്റി, ആക്സലറേഷൻ ഇങ്ങനെ തന്നിട്ട് ABC എന്ന് പറഞ്ഞ് 3 കോളംസ് ഒക്കെ ആക്കി തരയാണ്. C ഉണ്ട്, D ഉണ്ട്, A ഉണ്ട്. എന്നിട്ട് നമുക്ക് ഇവരൊന്ന് മാച്ച് ചെയ്യണം. ഓക്കെ, മാച്ച് ചെയ്യാനായിട്ടുള്ളൊരു ചോദ്യം. കഴിഞ്ഞ വർഷവും ഒരു ടേബിൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അതിക്ക് മുന്നത്തെ വർഷം ഒരു ടേബിൾ നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിരുന്നു. ഡെൻസിറ്റി ആയിട്ട് മാച്ച് ചെയ്യുന്നത് മാസ് ബൈ വോളിയം. വെലോസിറ്റി പ്രവേഗമായിട്ട് മാച്ച് ചെയ്യുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ആക്സിലറേഷൻ ഒക്കെ നമ്മളൊക്കെ പഠിച്ചു കഴിഞ്ഞ് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം, പ്രവേഗമാറ്റം ബൈ സമയം. ഇതിന്റെ യൂണിറ്റുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ആക്സിലറേഷന്റെ യൂണിറ്റ് ത്വരണത്തിന്റെ യൂണിറ്റ് ആയിരുന്നു എന്ത്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ദെൻ വെലോസിറ്റിയുടെ യൂണിറ്റ് ആണ് സാർ പഠിപ്പിച്ചു, മീറ്റർ പെർ സെക്കൻഡ്. ഇതേ കിടക്കുന്നു മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിന്റെ. ബാക്കി കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, m³ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി അഥവാ നമ്മളുടെ സാന്ദ്രതയുടെ യൂണിറ്റ്. ആൻസർ സാർ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്.
യൂണിറ്റുകളായതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ എഴുതിയാലും മലയാളത്തിൽ എഴുതിയാലൊക്കെ സെയിം തന്നെ. എങ്ങനെ എഴുതിയാലും കിലോഗ്രാം മീറ്റർ പെർ ക്യൂബ് ബൈ മീറ്റർ ക്യൂബ്, മീറ്റർ പെർ സെക്കൻഡ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ഈ രീതിയിലും നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ടേബിൾ വന്നിട്ട് അതൊരു മാച്ച് ദ ഫോളോയിങ് ആയി ചോദിക്കുന്ന ചോദ്യങ്ങളും ചോദിക്കാം. ഇതിന് പ്രത്യേകം പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. എല്ലാത്തിൻ്റെയും യൂണിറ്റ് പഠിച്ചു വെക്കുക, എല്ലാവരുടെയും ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. അതിനുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നമുക്കതിൻ്റെ മാച്ച് ചെയ്യാൻ പറ്റിയിരിക്കും, മാർക്ക് പോകത്തില്ല. ഓക്കെ, ഇത് കഴിഞ്ഞ വർഷം 2023 2023 ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു. ഓക്കെ, പിന്നീട് നമ്മൾ റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ മന്ദീകരണം, മലയാളത്തിൽ മന്ദീകരണം. നെഗറ്റീവ് ആക്സിലറേഷൻ ആണ് റിട്ടാർഡേഷൻ എന്ന് പറയുന്നത്. നെഗറ്റീവ് ആക്സിലറേഷൻ ഈസ് കോൾഡ് റിട്ടാർഡേഷൻ. റേറ്റ് ഓഫ് ഡിക്രീസിങ് ഓഫ് വെലോസിറ്റി ഈസ് റിട്ടാർഡേഷൻ. പ്രവേഗം കുറഞ്ഞു വരുമ്പോൾ ത്വരണം നെഗറ്റീവ് ആകുന്നു. ഇതിനെ മന്ദീകരണം എന്ന് പറയുന്നു. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതാം. നെഗറ്റീവ് ആക്സിലറേഷൻ ഈസ് കോൾഡ് റിട്ടാർഡേഷൻ. നെഗറ്റീവ് ത്വരണം, അതിനെയൊക്കെ നമുക്ക് എന്ത് പറയാം? മന്ദീകരണം എന്ന് പറയാം. മന്ദീകരണം എന്ന് തന്നെ പറയാം. പിന്നെ നമ്മൾ പഠിക്കാൻ പോണതാണ് ഏറ്റവും അവസാനം നമ്മളുടെ ടോപ്പിക്കായിരുന്നു റോഡ് സേഫ്റ്റി. റോഡ് സേഫ്റ്റി എന്നുള്ള ടോപ്പിക്ക് ഒരു ഹെഡിങ് മക്കൾക്ക് ചിലപ്പോൾ ബുക്കിൽ കാണാനായിട്ട് സാധിക്കില്ല. അവിടെ ആ ഒരു ഭാഗങ്ങൾ അതൊരു റോഡ് സേഫ്റ്റിയുമായി, റോഡ് സുരക്ഷയുമായി ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. Write any 2 precautions to be taken by pedestrians to ensure road safety. പെഡസ്ട്രിയൻസ്, നമ്മളുടെ കാൽനട യാത്രക്കാർ പാലിച്ചിരിക്കേണ്ട 2 മുൻകരുതലുകൾ എഴുതുക. റോഡിലൂടെ നടന്നു പോകുമ്പോൾ കാൽനടക്കാർ പാലിക്കേണ്ട 2 മുൻകരുതലുകൾ, പ്രിക്കോഷൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മുൻകരുതലുകൾ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 128 128 ദേ ഈ മോളിൽ കിടക്കുന്നത് ഈ പോയിന്റ്സ് 128 ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാളം മീഡിയത്തിലും സാറ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചത്. സാറ് ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു റെഡ് റെക്ടാങ്കിളിനുള്ളിലായിട്ട് എൻക്ലോസ് ചെയ്തിരിക്കുന്ന ഈ പോയിന്റ്സ് ടെക്സ്റ്റ് ബുക്ക് നോക്കാം, മറിക്കാം. 128 പേജ് എടുക്കുക. മോളിൽ തന്നിരിക്കുന്ന ഒരു 4ഓളം പോയിന്റുകൾ മക്കൾ പഠിച്ചിട്ട് പോവാം. ചോദ്യം എന്താണ്? ചോദ്യം സാർ ഒന്നുകൂടി കാണിക്കാം. റൈറ്റ് any 2 precautions to be taken by the pedestrians to ensure road safety. കാൽനട യാത്രക്കാർ പാലിച്ചിരിക്കേണ്ട ഏതെങ്കിലും 2 മുൻകരുതലുകൾ എഴുതുക. പേജ് നമ്പർ മറന്നു പോരുത്. 128 ഏറ്റവും മുകളിൽ 4ഓളം പോയിന്റുകളായിട്ട് കിടപ്പുണ്ട്. നമുക്ക് ആ 4 പോയിന്റുകൾ ഒന്ന് നോക്കാം. വാക്ക് അലോങ് ദ ഫുട്പാത്ത് ഓൺലി. ഫുട്പാത്തിലൂടെ മാത്രമേ നടക്കാം. റോഡിൽ ഇറങ്ങി പരമാവധി നടക്കാതിരിക്കാൻ ശ്രമിക്കാം. ഫുട്പാത്ത് ഉണ്ടെങ്കിൽ ഫുട്പാത്തിലൂടെ തന്നെ നമ്മൾ നടക്കുക. രണ്ടാമത് റൈറ്റ് സൈഡ് ചേർന്ന് നടക്കുക, റോഡിന്റെ വലത് ഭാഗം ചേർന്ന് നടക്കുക. മൂന്നാമത് ക്രോസ് ദ റോഡ്സ് ഓൺലി യൂസിങ് സീബ്ര ക്രോസുകൾ ഉപയോഗിച്ച് മാത്രം റോഡ് മുറിച്ച് കിടക്കുക. നാലാമത് വൈകുന്നേരങ്ങളിലോ രാത്രി സമയങ്ങളിലോ ഒക്കെ ആണെങ്കിൽ ഡാർക്കോ ബ്ലാക്കോ ആയിട്ടുള്ള, ഇരുണ്ടതോ കറുത്തതോ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക. കാരണം മറ്റു വാഹനങ്ങൾക്ക് നമ്മളെ കാണാൻ പറ്റിയെന്ന് വരില്ല. ഇരുണ്ടതാണെങ്കിൽ, ഒന്നാമത് ഇരുട്ടാണ് വൈകുന്നേരങ്ങളാവുമ്പോൾ പ്രത്യേകത എന്ന് പറയുമ്പോൾ ആ സമയത്ത് പ്രകാശം, ഡേ ലൈറ്റ് കുറഞ്ഞു വരും. പകൽ സമയത്തുള്ള അത്രയും പ്രകാശം ഉണ്ടാവില്ല സൂര്യൻ അസ്തമിച്ചതിന് ശേഷം. അപ്പോൾ ഇരുണ്ട വസ്ത്രങ്ങളോ കറുത്ത വസ്ത്രങ്ങളോ ധരിക്കാതെ ഇരിക്കുക. ഇതൊക്കെയാണ് പെഡസ്ട്രിയൻസ് പാലിച്ചിരിക്കേണ്ട പ്രിക്കോഷൻസ് അഥവാ മുൻകരുതലുകൾ. ടെക്സ്റ്റ് ബുക്ക് 128. ഓക്കെ, പിന്നീട് നമുക്ക് ഏറ്റവും അവസാന ഭാഗങ്ങളിലേക്ക് റോഡ് സുരക്ഷയിലോട്ട് വരുമ്പോൾ റൈറ്റ് 2 മെസ്സേജസ് ടു ബി റിട്ടൺ ഓൺ അവയർനെസ്. കഴിഞ്ഞ വർഷം ചോദിച്ചൊരു ചോദ്യമുണ്ട്. റൈറ്റ് 2 മെസ്സേജസ് ടു ബി റിട്ടേൺ ഓൺ അവയർനെസ് ടു മിനിമൈസ് ആക്സിഡൻസ്. ആക്സിഡന്റുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള കുറച്ച് മെസ്സേജുകൾ, ഒരു പ്ലക്കാർഡ് പോലെയൊക്കെ എഴുതാൻ പറ്റിയ മെസ്സേജുകൾ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. നിങ്ങൾക്കൊരു അറിവിലേക്കായിട്ട് ടെക്സ്റ്റിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്നത് നമുക്ക് നോക്കാം. ടെക്സ്റ്റിൽ നമ്മൾ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് മെസ്സേജുകൾ നൽകിയിരിക്കുന്നത്: സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ്, മദ്യപിച്ച് വാഹനം ഓടിക്കരുത്, ഡോണ്ട് മിക്സ് ഡ്രിങ്ക് വിത്ത് വാട്ടർ, ബെറ്റർ ദാൻ നെവർ, ഹെൽമെറ്റ് ധരിച്ചു മാത്രം വാഹനങ്ങൾ ഓടിക്കുക, മോട്ടോർ സൈക്കിളൊക്കെ ഓടിക്കുമ്പോൾ. ഇതൊക്കെ റോഡ് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജുകളാണ്. ഓക്കെ, ഇത് ഈ സാറ് ഈ എംബഡ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയാണ്. ടെക്സ്റ്റ് ബുക്ക് 127 പേജ് പരിശോധിച്ച് കഴിഞ്ഞാൽ ദേ കിടക്കുന്നു അവരൊക്കെ ഇതേ കിടക്കുന്നു. ഇത് പഠിച്ചിട്ട് തന്നെ പോകണമെന്നില്ല. നിങ്ങൾക്ക് സ്വന്തമായി എഴുതാൻ കഴിവുള്ളവരാണ് മക്കളെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാം. റോഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക്
എക്സാമിന് വേണ്ടിയിട്ട് സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നും നമുക്ക് പഠിച്ചേണ്ടതായിട്ട് പോകേണ്ടത് ഓരോ ടോപ്പിക്കും ആ ഓർഡറിൽ തന്നെ മക്കൾ പഠിച്ചിട്ട് പോവുക. ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളിൽ ഏത് തരത്തിലാണ് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതെന്ന് പോവുക. ഓരോ ക്വാണ്ടിറ്റീസിൻ്റെയും ഇക്വേഷൻ പ്ലസ് യൂണിറ്റുകൾ മറന്നു പോകരുത്, പഠിച്ചിട്ട് വേണം പോകാൻ. പ്രോബ്ലംസ് ആക്സിലറേഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് മറന്നു പോകരുത്, ഡെഫിനേഷൻസ് ഒന്നും മറന്നു പോകരുത്. ഓക്കെ, എക്സാം എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ. എല്ലാവിധ സപ്പോർട്ടുകളും വിന്നേഴ്സ് കോച്ചിങ് സെന്ററിൽ നിന്ന് തുടർന്നുണ്ടാവും. താങ്ക് യു.